കാര്യമുണ്ട്. എല്ലാം വിശദമായിട്ട് പറയാം. എന്റെ ജോലി മുതലാളിയോട് പറഞ്ഞ് പരസ്യം ഞാൻ ശരിയാക്കി. ആദ്യം ഈ പരസ്യം ശരിയാവട്ടെ, എന്നിട്ട് മതി മറ്റേ പരസ്യം കേട്ടാ. സാർ ചായ. ചായയോ? ഞാൻ ചായ ഓർഡർ ചെയ്തില്ലായിരുന്നല്ലോ. എന്നാലും ഒരു ചായ കുടിക്കണം സാർ. എന്നാലും ചായയോ? ആരടാ ഇവിടുത്തെ എന്നാലും ചായ? അത് കൊള്ളാവില്ല, മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യാ. ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാ ഇവന്മാരൊരു ചായ. നീ എന്താ ഇവിടെ? കാര്യമുണ്ട്, പറയാം. എന്ത് കാര്യം? എന്തോന്ന് കാര്യം? ഒരു സിംഗിളടി. രണ്ടുപേരും ചേർന്നുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു ഡബിൾ അടി. എന്റെ നെഞ്ചത്തിന് കാര്യം. എന്ത് ഫോട്ടോഗ്രാഫർ? എന്തോ നീ എന്ത് തെമ്മാടിത്തരമാണ് ഈ കാര്യം ഉണ്ടാക്കരുത്. പോലീസ് വന്നാലുള്ള സ്ഥിതി അറിയാമല്ലോ. പോലീസോ? പോലീസ് എവിടെ? പോലീസല്ല, താഴേന്ന് ബഹളം കേട്ടാ ഞാൻ ഓടി വരുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ റൂമൊന്ന് ഒഴിഞ്ഞു തരണം. എന്റെ ജോലി പോകുന്ന കേസാ. എടാ നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. ഇദ്ദേഹം പടവാൾ പത്രത്തിൽ നാളത്തെ പടവാൾ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ഫാമിലി ഫോട്ടോയും കൂടെ ഒരു ന്യൂസ് ഉണ്ടാവും. ചതിക്കരുത്. ഞാൻ എന്ത് വേണം ചെയ്യാം സാറേ. എന്റെ മാനം പോകും. ഞാൻ കാല് പിടിക്കാം. എഴുന്നേൽക്കണം. ഒന്നുമില്ലെങ്കിലും താരാ സെക്രട്ടറിയുടെ ഫാദർ അല്ലേ, വഴിയുണ്ടാക്കാം. എന്തിനാ അത് ശരിയാവത്തില്ലെന്ന്? ചതിക്കരുത്. ഒന്നും പറയണ്ട. എന്ത് ചെയ്യും? ബാക്കി കാര്യം ഞാൻ പറയാം. ഇതിന്റെ സന്തോഷ സൂചകമായിട്ട് ഞാനൊരു ഗംഭീര പാർട്ടി തരും. അതെല്ലാം കൊള്ളാം, പക്ഷെ ഈ ഹോട്ടൽ വെച്ച് വേണ്ട, വേറെ ഏതെങ്കിലും നല്ല ഹോട്ടൽ വെച്ച്. ഓക്കെ. ആരുടെയും മുഖം നോക്കാതെ എല്ലാം തുറന്നെഴുതുന്നൊരു പത്രപ്രവർത്തകനാണ് ഞാൻ. എന്റെ 14 വർഷത്തെ പത്രപ്രവർത്തനത്തിനിടയിൽ ആദ്യമായി ഞാൻ എന്റെ പത്രത്തിന്റെ ചാരിത്രം നശിപ്പിച്ചു. എനിക്കിത് മറക്കണം. എല്ലാം മറക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അമ്മാവൻ തെറ്റിദ്ധരിക്കരുത്, ഞാനൊരു സ്ഥിരം മദ്യപാനിയൊന്നുമല്ല. കല്യാണത്തിന് ശേഷം ഇത് തൊടണമെങ്കിൽ അമ്മാവൻ പറയണം. പിന്നൊരു കാര്യം, അമ്മാവൻ ഇതൊന്നും പോയി താര എടുത്ത് പറയരുത്. പറയൂ? ഇല്ല, പറയത്തില്ല. അപ്പോ നമുക്ക് എപ്പ കല്യാണം നടത്താം? നമുക്കോ? അതല്ല, ഞാനും താരയും തമ്മിലുള്ള കല്യാണം എപ്പം നടത്താമെന്ന്. ഇതെനിക്കൊന്ന് ആലോചിക്കണം. അവിടെ ആലോചിച്ചോണ്ടിരുന്നോ? ആ ഡിങ്കിലാഫി ഫോട്ടോ ഉണ്ടല്ലോ, വാരാപ്പുഴ കത്രീനിന്റെ വടിയിൽ കൈകൊണ്ട് കറിയാച്ചാൻ തലവെച്ച് കിടക്കുന്ന ഫോട്ടോ. നാളത്തെ പടവാളിന്റെ ഫ്രണ്ട് പേജിൽ ജഗ 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 ജഗ. താൻ്റെ കൂടെ റൂമുണ്ടായിരുന്ന വരാപ്പുഴ കത്രീനാൾ അങ്ങനെയുണ്ട്, താൻ ഒതുക്കി തരുമായിരിക്കും. ഹലോ താര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഷേക്കാൻ. നമസ്കാരം. ഓഹോ, ഇവിടം വരെ എത്തിയല്ലേ? എത്തേണ്ട അടുത്ത് എപ്പോഴായാലും എത്തിയല്ലേ പറ്റൂ. അകത്ത് ഡാഡിയുണ്ട്. നോ പ്രോബ്ലം. ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ലെന്നാണ് എന്റെ അഭിപ്രായം. താര എന്ത് പറയുന്നു? ഞാൻ ഡാഡിയെ വിളിക്കാം. അയ്യേ, ഡാഡിയെ അല്ല, ഞാൻ താരയാണ് സ്നേഹിക്കുന്നത്. ഡാഡിയുടെ അഭിപ്രായം കൂടി അറിയണമല്ലോ. ഓ യെസ്, വിളിക്ക്. അദ്ദേഹത്തിന് എന്നെ പറ്റി നല്ല അഭിപ്രായമാകാനേ വഴിയുള്ളൂ. അല്ലേ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. ഒന്ന് മാറി നിന്ന്. അമ്മാവാ, അമ്മാവാ, ഉറക്കൊന്നും അല്ലല്ലോ അമ്മാവാ? മോളെ താര, അതാരാ? അയ്യോ ആരാ? മനസ്സിലായില്ലല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഫാമിലി ഞാൻ പറഞ്ഞില്ലേ? അല്ല അമ്മാവാ, നമുക്കൊരു തീരുമാനത്തിലെത്തണ്ടേ? എന്ത് തീരുമാനം? അത് ശരി കേട്ടോ വരെ. ഇന്നലെ ഹോട്ടൽ CVFൽ വെച്ച് ചിരിച്ച് 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 ഈ അമ്മാവന്റെ ഓരോ വേലകളെ ഫാമിലി ഫോട്ടോ അമ്മാവാ പറയണ്ട. സാരമില്ല അമ്മാവാ, എന്നായാലും ലോകം മുഴുവൻ അറിയാവുള്ളൂ അല്ലേ? പറയണ്ട. എന്താ കാര്യം? അതായത് അതെ പറയണ്ട. ഞാൻ പറയും. പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്തരം നിസ്സാര കാര്യങ്ങൾ പോലും അമ്മാവൻ മകളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നത് ശരിയല്ല. നിസ്സാര കാര്യമോ? അതെ അതെ, ഹോട്ടൽ CVFൽ വെച്ച് അമ്മാവൻ ഇന്നലെ ഒരു അക്കടി പറ്റി. ഞാൻ അമ്മാവനെ അതിൽ നിന്ന് സേവ് ചെയ്തു. ശരിയല്ലേ? അതെ. ഇതൊക്കെ ആർക്കും പറ്റാവുന്ന അബദ്ധമല്ലേ? അതിന് അമ്മാവൻ ഇങ്ങനെ ചമ്മിയാലോ? ഡാഡിക്ക് അങ്ങനെ അബദ്ധങ്ങളൊന്നും സാധാരണ പറ്റാറില്ല, അതുകൊണ്ടാ. ആണോ? അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. ഫാമിലി. ഇന്നലെ അമ്മാവൻ പറഞ്ഞതങ്ങ് മറന്നുപോയോ? എന്തോന്നു? എന്നെ പോലെ സുന്ദരനും സൽസ്വഭാവിയും സ്മാർട്ടുമായിട്ടുള്ള ഒരു മരുമകനെയാണ് അമ്മാവന്റെ ഭാവനയിലുള്ളതെന്ന്. അല്ല, അതത്ര പെട്ടെന്ന് പറയരുത്. ഇത്തരം കാര്യങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ആർക്കും പറ്റില്ല.
ലൈഫ് മുഴുവൻ നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാനേ പറ്റത്തുള്ളെന്ന് ഞാൻ പറഞ്ഞു. രാത്രി മുഴുവൻ ആലോചിച്ചു. ശരി, അമ്മാവന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. അല്ല, അത് ഇവളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? അയ്യോ, അമ്മാവന് ഇഷ്ടമാണോ? എനിക്കോ? എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണല്ലോ. അമ്മാവൻ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് താര എന്ത് പറയുന്നു? അത് മടിക്കാതെ പറഞ്ഞോളൂ. അത് ഡാഡിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടം. അതിനിടയ്ക്ക് ആ പടവാളുകാർ വന്നിരുന്നു. പടവാളോ? പത്രം. അവർക്ക് ഈ ഫോട്ടോ വേണമെന്ന് ഫ്രണ്ട് പേജിൽ ഇടാൻ 25,000 രൂപ വരെ ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന്. ചോദിക്കരുത്. ചില കാര്യങ്ങൾ തീരുമാനമാകാനുണ്ട്. അത് നടന്നില്ലെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ഉറപ്പ്? ഉറപ്പ്. ടൈമായില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ആ പട്ടരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നേ പറ്റൂ. അയാൾ എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഇതൊക്കെ സാറ് വെറുതെ പറയുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. 3 ദിവസത്തിനുള്ളിൽ പട്ടരെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തില്ലെങ്കിൽ ഞാൻ സസ്പെൻഷനിലാവും. സാറ് സമാധാനായിട്ടിരിക്കൂ. എല്ലാറ്റിനും ഞാനൊരു വഴി ഉണ്ടാക്കാം. ഞാൻ സംസാരിക്കാം. സാർ അങ്ങോട്ട് പോയി സംസാരിച്ചാൽ ആകെ കുളമാകും. ഞാൻ തന്നെ ഒരു മയത്ത് സംസാരിച്ച് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ? മോനെ മോനെ, നീ എന്നോട് മാത്രം സത്യം പറ. ആ പട്ടണം എവിടെയുള്ളത് എന്നിട്ട് ഞാൻ ബാക്കി എല്ലാവരോടും പറഞ്ഞോളാം. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന് അവരുടെ സീക്രറ്റ്സ് അങ്ങനെ റിവീൽ ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ പ്രൊഫഷന്റെ പോളിസി അതാണ്. ആ പട്ടര് സ്വർണം കൊണ്ടുവരുന്നുണ്ടെന്ന് റോണിക്ക് വിവരം കിട്ടിയല്ലോ. ആ വിവരമാണല്ലോ ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചത്. പട്ടരുടെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്ന കള്ള അഡ്രസ് ആയിരുന്നു. അയാൾ എവിടെയാണെന്നുള്ള വിവരം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് റോണിയെ കൊണ്ട് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയൂ. പട്ടരെ കാണിച്ചു കൊടുത്തോടി എന്റെ ജോലി കഴിഞ്ഞു. കസ്റ്റംസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയത് എന്റെ കുഴപ്പം കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ പട്ടരുടെ വീട് എവിടെയാണ്, അയാൾ ആരെ ഏജന്റാണ് എന്നൊക്കെ ഒരു ഡീറ്റെയിൽ കിട്ടിയ ആ പാവം മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്. മോനെ, അയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ഞാനൊരു പുതിയ കേസ് അന്വേഷണത്തിലാണ്. അതിനിടയിൽ ഇതുകൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ താനല്ലാതെ വേറെ ആര് കണ്ടുപിടിച്ചിരാനാ? തന്റെ കുളമാക്കരുത്. ഞങ്ങൾ മാന്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അയാളുടെ ജോലി തെറിക്കുന്ന പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്തേ പറ്റൂ. എല്ലാവരും സാറിന് ഞങ്ങൾ വിടില്ല. നടക്കില്ല സാർ. ലുക്കുണ്ടല്ലേ, രക്ഷപ്പെടാൻ എന്റെ വഴി പറയാം. പട്ടരിപ്പ ആരുടെ കസ്റ്റഡിയിലുണ്ടെന്ന് മാത്രം പറയാം. ആ കാണുന്ന 6-6 അടി പൊക്കമുള്ള ആ താടിക്കാരനില്ലേ, അയാളെ കസ്റ്റഡിയിലുണ്ട്. ആദ്യം ചോദിക്കുമ്പം ഏത് പട്ടര് എന്ത് പട്ടര് എന്നൊക്കെ പറയും. കാര്യമാക്കരുത്. മുറുകെ പിടിച്ചാൽ മണി പോലെ രഹസ്യങ്ങൾ പുറത്തു വരും. മണി പോലെ ഞങ്ങൾ പറയിപ്പിക്കും. ആ താടിക്കാരൻ ആരാണാവോ? എന്തൊക്കെ സംഭവിക്കും? ഇവിടെ നിന്നാൽ ശരിയാവില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ. നീ ആരെ കാണിച്ചു കൊടുത്തേ? അവിടെ നിന്ന് ഏതോ ഒരുത്തനെ. ഒരു വില്ലന്റെ ലുക്കുണ്ട്, ഒരു അധോലോക എഫക്ട്. എന്നിട്ട് അവർ വിശ്വസിച്ചോ? അവനെ കണ്ടാൽ ആരും വിശ്വസിക്കും. അവര് 3 പേരും കൂടെ അവന്റെ പുറകെ പോയി. കുഴപ്പമാവോളിയാ? അതിനു മുമ്പ് തടിയും കൊണ്ട് ഞാനിഞ്ഞു പോന്നില്ലേ. അവസാനം സത്യാവസ്ഥ അറിയുമ്പോ നമുക്ക് കിട്ടാനുള്ള 20 ലക്ഷം രൂപ പോവോ? അത് അപ്പോഴല്ലേ. ആ ടൈമിന് അതനുസരിച്ചുള്ള നമ്പറുകൾ ഞാനിടും. ആ കാണുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കാണിച്ചു തന്ന ആ തടിയന്റെ കാറ് കിടക്കുന്നുണ്ടോ? ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. എന്ത്? ഇറങ്ങ്, ഞാൻ പറഞ്ഞു. എന്താ കാര്യം? ആ സാർ ഇവിടെ നിന്നോളൂ. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഞാനും അരവിന്ദാക്ഷൻ സാറും ഇവിടെ നിന്ന് വാച്ച് ചെയ്തോളാം. നീ അകത്ത് പോയി നോക്കിയിട്ട് വാ. ഞാനോ? എവിടെയും നമുക്ക് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നുഴഞ്ഞു കയറാൻ നീയാണ് മിടുക്കൻ. അരവിന്ദാക്ഷൻ സാറിന് പട്ടരെ കുറിച്ചുള്ള വിവരം അറിയാം. തനിക്ക് സെൻസേഷണൽ ന്യൂസ്. ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായ എനിക്കിത് എന്ത് കാര്യം? കള്ളക്കടത്തുകാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയാൽ കേരള ജനത നാളെ ഉണരുന്നത് പടവാളിന്റെ സെൻസേഷൻ ന്യൂസ് കേട്ടായി. ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് വിക്രമന്റെ വീരശൂര പരാക്രമങ്ങൾ. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ കള്ളക്കടത്ത് കേന്ദ്രം പിടിച്ചു, അതും നിന്റെ സഹായത്തോടെ. നിന്റെ കളർ ഫോട്ടോ ഫ്രണ്ട് പേജിൽ പടവാളിന്റെ. ധൈര്യമായിട്ട് പോകും. ധൈര്യം പുരുഷ ലക്ഷണം.
അവൻ അകത്ത് കിടന്നിരിക്കുന്നു. ഞാൻ കണ്ടു. ഇവിടെ ആരും ഇല്ലേ? ഓക്കെ. സാർ, അവിടെ കാര്യമായിട്ട് എന്തോ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് വീട്ടിൽ പോയിട്ട് ഡിസ്കഷൻ നടത്താം. സാർ, ഒരു 50 റുപ്പീസ് ഉണ്ട് കൺവീനിയൻസ് ആയിട്ട്. സാർ, നീ ആരാ? എന്റെ പേര് വിക്രമൻ. ഹോട്ടൽ സീ വേവ്സിൽ റിസപ്ഷനിസ്റ്റ്. താനെന്തിന് ഇവിടെ വന്നു? കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷനോട് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പറഞ്ഞു നിങ്ങൾ കള്ളക്കടത്തുകാരാണെന്ന്. ഏത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്? റോണി. എന്നിട്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഇതായിരിക്കും. നീ ജീവനോട് വന്നോ? കൂൾ ഡൗൺ, കൂൾ ഡൗൺ. നിന്റെ ശവം തന്ത്രപൂർവ്വം ഇവിടെ എങ്ങനെ എത്തിക്കുമെന്ന് ഞാൻ സാറ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലേ സാറേ? അല്ലേ? കൂൾ ഡൗൺ, കൂൾ ഡൗൺ. അവർ നിന്നെ ശരിക്കും തല്ലിയോ വിക്രമ? ഉണ്ടാവും സാർ, ഉണ്ടാവും. പിന്നെ മാനമര്യാദ കഴിഞ്ഞവരെ കള്ളക്കടത്തുകാരാന്ന് പറഞ്ഞ ആരെങ്കിലും വെറുതെ വിടുവോ? അവര് കള്ളക്കടത്തുകാർ തന്നെയാ. അവര് കള്ളക്കടത്തുകാരായിരുന്നെങ്കിൽ പണ്ട് എന്നെ തല്ലിക്കൊന്ന് കടലിലെറിഞ്ഞേനെ. അവര് ഡീസന്റ് പാർട്ടീസാ. എന്നിട്ടും തല്ലു. അത് തന്നെ ഡീസന്റ് എന്ന് പറഞ്ഞത്. എന്റെ വാച്ചൊന്നും അവര് ഊരി എടുത്തില്ലല്ലോ. നമ്മളെ ഇവിടെ വന്ന് ആക്രമിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 2-3 പേർ അവിടെ ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയം. ഇനി അങ്ങനെ സംശയം ബാക്കിയുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ പോയിട്ട് അവിടെ അന്വേഷിച്ചാൽ മതി. എനിക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം. നല്ല ക്ഷീണം കാണും. കുറച്ച് കുഴമ്പ് വാങ്ങി തടവി കൊടുക്കട്ടെ. ഒരു 50 രൂപയുണ്ട് കൺവീൻസ്. കുഴമ്പിനാ. കസ്റ്റംസിലും നാറികളുണ്ടെന്ന് പറയുന്നത് വളരെ ശരിയാ. കഷ്ടം. ഇവന്മാരെന്തിനാ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു? വശപ്പശകായോന്നൊരു സംശയം. സംശയിക്കണ്ട, വശപ്പശക് തന്നെ. നീ റിവേഴ്സ് എടു. നിനക്ക് ആനക്കുട്ടിയായിട്ട് എന്തോടെ പ്രശ്നം? ഞാനുമായിട്ടെന്തോ പ്രശ്നം? പിന്നെന്തിനാ നമ്മളെ അടിച്ചത്? എനിക്കെങ്ങനെ അറിയാം? ചിലപ്പോ ആള് മാറി അടിച്ചതായിരിക്കും. എന്റെ ബലമായ സംശയം ഇവന്മാരാള് മാറി അടിച്ചത്.